ആയാപറമ്പ് വലിയ ദിവാഞ്ചി, ചമ്പക്കുളം, ജവഹർ തായങ്കരി, വെള്ളംകുളങ്ങര എന്നിങ്ങനെ 4 കളിവള്ളങ്ങൾ. നോക്കൂ, എന്തൊരു മനോഹരമായ ദൃശ്യമാണ്. ചമ്പക്കുളമാണെങ്കിൽ കൊമ്പന്മാരിൽ വമ്പനാവും ചമ്പക്കുളം എന്ന പ്രയോഗം തന്നെ ജലോത്സവ മേഖലയിലുണ്ട്. ഹാട്രിക്കുകളുടെ തമ്പുരാനാണ് ചമ്പക്കുളം. 89, 90, 91, 94, 95, 96 ഹാട്രിക്കുകൾ കരസ്ഥമാക്കിയ ചമ്പക്കുളം. 98, 2009, 2014 വർഷങ്ങളിലെയും വിജയകിരീടം ചമ്പക്കുളത്തിന് തന്നെയായിരുന്നു. 2014 പുതിയതായി പണിത് നീറ്റിലിറക്കിയ വള്ളമാണ് ചമ്പക്കുളം. ജവഹർ തായങ്കരി ആണെങ്കിൽ പണ്ഡിറ്റ് നെഹ്റുവിന്റെ നാമകരണത്തിൽ നാമധേയം പേരുന്ന ഒരേ ഒരു വള്ളമാണ്, ശ്രദ്ധേയമായ വള്ളം. പഴയകാല ഗീർ ഗോസ് വള്ളം പുനർനാമകരണം ചെയ്ത് 73 വരെ നിലനിന്നിരുന്നുവെങ്കിൽ 73-ൽ കോവിൽമുക്ക് നാരായണ ആചാര്യയുടെ ചതുരുപായങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ചമ്പക്കുളം വള്ളം 73 ജൂലൈ 30-ന് നീരണിഞ്ഞു. 77-ലും 78-ലും 85-ലും 2010-ലും 2015-ലും വിജയകിരീടം അണിയുവാൻ ജവഹർ തായങ്കരി സ്വന്തമാക്കിയിരുന്ന 14 തവണ നെഹ്റു ട്രോഫി മത്സരവേദിയിൽ 2ാം സ്ഥാനത്തെത്തിയ മികവും ഈ ജവഹർ തായങ്കരി ചുണ്ടൻ വള്ളത്തിനുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് ജോ ജോസഫ് തായങ്കരി ആണെങ്കിൽ വളരെ ആവേശഭരിതനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ തായങ്കരിയിലെ വള്ളമാണ് ജവഹർ തായങ്കരി. വെള്ളംകുളങ്ങരയാണെങ്കിൽ 1998-ലും 2002-ലും കിരീടാവകാശിയായ വള്ളമാണ്. പഴയകാല നെപ്പോളിയൻ വള്ളത്തിൽ നിന്നാണ് ഈ വെള്ളംകുളങ്ങര രൂപം കൊണ്ടത്. ഈ വർഷത്തെ കരുമാടി ജലോത്സവത്തിലും ജേതാവായത് വെള്ളംകുളങ്ങരയായിരുന്നു. SH ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ് വെള്ളംകുളങ്ങരയുമായി പൊന്നമടയിൽ എത്തിയിരിക്കുന്നത്. റെനി വർഗീസ് ക്യാപ്റ്റനായും ലിബിൻ ജോർജ് ലീഡിംഗ് ക്യാപ്റ്റനുമായുള്ള വള്ളമാണ് ആയാപറമ്പ് ദിവാഞ്ചിയെ നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ജോസി ജോൺ മങ്ങാട് ക്യാപ്റ്റനും കുര്യാക്കോസ് തോമസ് ബെൻസി ലീഡിംഗ് ക്യാപ്റ്റനുമായ ടീമാണ് ചമ്പക്കുളം ബോട്ട് ക്ലബിൻ്റെ ടീം. അതേ പേരിൽ തന്നെയുള്ള ചമ്പക്കുളം ദേശക്കാരുടെ ടീമാണ് ചമ്പക്കുളം വള്ളത്തെ നയിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ജവഹർ തായങ്കരിയും വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും ആയാപറമ്പ് ദിവാഞ്ചിയും പേരും പെരുമയുമുള്ള വള്ളം. വളരെ ഒരു ആവേശം കാണുന്നില്ല എന്ന് നമുക്ക് ദൂരക്കാഴ്ചയിൽ തോന്നുമെങ്കിലും ഏതാണ്ട് ചിറമുറി കഴിയുമ്പോൾ അവരെ ആവേശത്തിൻ്റെ ശക്തി കൂടും. ഡോക്ക് ചിറയോട് എത്തിക്കഴിഞ്ഞാൽ അവരുടെ കുതിപ്പേറും, ഏതാണ്ട് ഒരു ആക്സിലേറ്റർ കൂട്ടുന്നത് പോലെ. അതുപോലെ തന്നെ കായൽ കുരിശടി കൂടി കഴിയുമ്പോഴാണ് ഈ വള്ളങ്ങളെല്ലാം ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ 2ാം ട്രാക്കിലൂടെ വരുന്ന ചമ്പക്കുളം വള്ളം വ്യക്തമായി വള്ളപ്പാടുകൾക്ക് മറ്റു ചുണ്ടന്മാരെ പിന്നിലാക്കിക്കൊണ്ട് കുതിച്ചു വരികയാണ്. ചമ്പക്കുളം വിശേഷണത്തിന് തന്നെ തുല്യമായി, പേരെടുക്കുന്നതിന് തുല്യമായി തന്നെ കൊമ്പന്മാരിൽ വമ്പനാണ് ഞാൻ എന്ന് തെളിയിക്കുന്ന ജലരാജന്റെ ഒരു കുതിപ്പാണ് കാണുന്നത്. 89-ലും 90-ലും 91-ലും 94-ലും 95-ലും 96-ലുമുള്ള ഹാട്രിക്കുകളുടെ പാരമ്പര്യമുള്ള പേരും പെരുമയുമുള്ള ചുണ്ടൻ 2014 പുതിയതായി നീറ്റിലിറക്കിയ ഒട്ടും പഴക്കമില്ലാത്ത കേവലം 12 വർഷത്തെ മാത്രം പഴക്കമേ ചമ്പക്കുളം വള്ളത്തിന്, ഈ പുതിയ വള്ളത്തിന് ഇപ്പോഴുള്ളൂ. 2ാമത്തെ ട്രാക്കിലൂടെ വളരെ 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 മുന്നേറ്റം, വള്ളപ്പാടുകൾക്ക് മുന്നേറ്റം കൈവരിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നു. തൊട്ട് പിന്നാലെ വരുന്ന ആയാപറമ്പ് ദിവാഞ്ചിയും ജവഹർ തായങ്കരിയും വെള്ളംകുളങ്ങരയും ഒക്കെ നിശ്ചിതമായ പരിശീലനം നേടിയവരാണ്. വളരെ ഐകരൂപ്യമുള്ള രീതിയിൽ വേഷധാരണം നടത്തിയവരാണ്. മഞ്ഞ കവണി തലയിൽ ചുറ്റിക്കെട്ടി ഈ വള്ളംകളിക്ക് നിയതമായൊരു തീരുമാനമുണ്ട്. യൂണിഫോം അണിഞ്ഞിരിക്കണം, കൃത്യമായ യൂണിഫോം അണിഞ്ഞിരിക്കണം. ആ 3 ചുണ്ടൻ വള്ളങ്ങളും ചമ്പക്കുളം വളരെ വ്യക്തമായ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊക്കെ ഒപ്പത്തിനൊപ്പമാണ്. ആയാപറമ്പ് ദിവാഞ്ചിയും ജവഹർ തായങ്കരിയും വെള്ളംകുളങ്ങരയും ഒക്കെ ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ചമ്പക്കുളം വള്ളം ജോസി ജോൺ മങ്ങാടും പ്രസന്നകുമാറും ക്യാപ്റ്റന്മാരായുള്ള ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന ചമ്പക്കുളം വള്ളം. അതുപോലെ തന്നെ ജവഹർ തായങ്കരിയാണെങ്കിൽ സന്തോഷ് വാലയിൽ ക്യാപ്റ്റനായും ലീഡിംഗ് ക്യാപ്റ്റനായി PG സലീമും നയിക്കുന്ന നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബിന്റെ വള്ളം. ഇപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചമ്പക്കുളം വള്ളം ഫിനിഷിംഗ് പോയിന്റിന് ഏതാണ്ട് 10-20 മീറ്റർ വളരെ അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കുത്തി തുഴഞ്ഞുകൊണ്ട് വരികയാണ്. ഇത് കുട്ടനാടിന്റെ ശൈലിയിൽ തന്നെയുള്ള കുത്തി തുഴച്ചിലാണ്. അങ്ങനെ വെള്ളത്തുള്ളികളെ വാരിയെറിയുക എന്ന് പറയും. ആവേശഭരിതരായി ഇരു കരകളിൽ നിൽക്കുന്നവർ ചമ്പക്കുളം കായിക താരങ്ങളെ ആവേശത്തോടു കൂടി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടു പിന്നാലെ എത്തിക്കൊണ്ടിരിക്കുന്നത് 3 വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയും. ആയാപറമ്പ് ദിവാഞ്ചിയും ജവഹർ തായങ്കരിയും വെള്ളംകുളങ്ങരയും. ചമ്പക്കുളം ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. 2ാം ഹീറ്റ്സിലെ 1ാം സ്ഥാനക്കാരനായി ചമ്പക്കുളം വള്ളം 8ാം നമ്പർ വള്ളം ഈ 2ാമത്തെ ട്രാക്കിലൂടെ വന്ന ഫിനിഷിംഗ് പോയിന്റ് കടന്നിരിക്കുന്നു. തൊട്ടു പിന്നാലെ എത്തിക്കൊണ്ടിരിക്കുന്ന ആയാപറമ്പ് ദിവാഞ്ചി, വലിയ ദിവാഞ്ചിയും ജവഹർ തായങ്കരിയും വെള്ളംകുളങ്ങരയും ഒപ്പത്തിനൊപ്പം തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. ഈ ഒരു വലിയ മത്സരത്തിന്റെ പരിസമാപ്തിയിലെങ്കിലും അവർ വാശി ഒന്നിച്ചായി കാണിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ
2026 72ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ ഹീറ്റ്സ് നമ്പർ 2-ൽ ഒന്നാമതായി ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്, വ്യക്തമായ ഒരു മുന്നേറ്റത്തോടുകൂടി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ചമ്പക്കുളം വള്ളം തന്നെയാണ്. ആയാപറമ്പ് വലിയ ദിവാഞ്ചി തൊട്ടു പിന്നാലെയും വെള്ളംകുളങ്ങരയും വളരെ മുന്നിലേക്ക് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷത്തെ 72ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഒരു സ്ലോ മോഷൻ ചമ്പക്കുളം ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ഒരു വളരെ നിശ്ചലമായ ദൃശ്യത്തിന് തുല്യമായി തന്നെ വളരെ നമുക്ക് മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു.